അങ്ങനെ വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ച് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രതിപക്ഷം നിലകൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ പറഞ്ഞുവല്ലേ? അതെ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല രാഷ്ട്രീയമെന്നും നിർമ്മലാ സീതാരാമനുമായി താൻ നടത്തിയ കൂടിക്കാഴ്ചയെ പ്രതിപക്ഷം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഖേദം പ്രകടിപ്പിച്ച് പ്രതിപക്ഷം വിശ്വാസ്യത വീണ്ടെടുക്കണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയും ചെയ്തു. വർഷ, ഇതുൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ, അതിലേറ്റവും ഒടുവിൽ ഈ ലഹരി വ്യാപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ വാളയാറിനെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ എണ്ണി ഓരോ വിഷയത്തിലായി പ്രതിപക്ഷത്തിന് മറുപടി പറയുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും വിശദമായ റിപ്പോർട്ടിലേക്ക് പോകാം. പ്രതിപക്ഷത്തെ കണക്കിന് പരിഹസിച്ചും തിരുത്തിയും സഭയിൽ മുഖ്യമന്ത്രി കത്തിക്കയറി. AKG സെന്റർ ആക്രമണത്തിന്റെ പേരിലുണ്ടായിരുന്ന കഥ ഇപ്പോൾ ആരും പറയുന്നില്ലാലും, സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീയിട്ടതിന്റെ പേരിൽ എന്തെല്ലാം കഥകളായിരുന്നു പറഞ്ഞത്. സർ, വാളയാർ കേസിന്റെ കാര്യം, ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷം ചെയ്തിരുന്നത്? ഒരാളെ തോളിലേറ്റ് നടന്ന് സ്ഥാനാർത്ഥിയാക്കി, LDFനെ തോൽപ്പിക്കാൻ കേരളത്തിലാകെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിച്ചു. ഒടുവിൽ CBI വന്നു, കേരള സർക്കാർ സഹകരിച്ചു. എന്തായി? ഒടുവിലെന്തുണ്ടായി? പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എണ്ണിയുള്ള മറുപടികൾ. തങ്ങൾക്ക് പറ്റിയ തെറ്റ് തുറന്ന് സമ്മതിച്ച് പരസ്യമായി ഒരു ഖേദപ്രകടനം ഈ സഭയിലൂടെ സംസ്ഥാനത്തിലെ ജനങ്ങളോട് നടത്തുന്നതായിരുന്നു നല്ലത്. മിനിമം അത്രയെങ്കിലും ചെയ്താലേ ജനമധ്യത്തിൽ അല്പമെങ്കിലും വിശ്വാസ്യത ഉണ്ടാവൂ എന്നെങ്കിലും തിരിച്ചറിയണമായിരുന്നു. ഞങ്ങളിനി ഒരു ക്ലീൻ സ്റ്റേറ്റിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് നിങ്ങളുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ തെറ്റേറ്റു പറയാൻ നിങ്ങൾക്ക് മനസ്സുമുണ്ടാവില്ല. വിമർശനങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായെന്ന് മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. ആരോപണങ്ങളുടെ കരിമ്പുകയുയർത്തി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നോക്കുക. സത്യത്തിൻ്റെ കാറ്റും വെളിച്ചവും ഇരമ്പിയെത്തുമ്പോൾ ആ പുകക്കരി ആകെ അകന്നു പോവുക. ഈ സർക്കാർ കൂടുതൽ തിളക്കത്തോടെ, പത്തരമാറ്റ് ശക്തിയോടെ വിളങ്ങി നിൽക്കുക. സർ, സത്യത്തിൻ്റെ വെളിച്ചം പടരുന്ന മുറക്ക് ഈ കരിമ്പുകയാകെ ആരോപണം ഉന്നയിച്ചവരുടെ മുഖത്തെ മാറാക്കറകളായി പതിഞ്ഞു നിൽക്കുക. ഇതല്ലേ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിർമ്മലാ സീതാരാമനുമായുള്ള ദില്ലിയിലെ കൂടിക്കാഴ്ചയിൽ നാടിനെതിരായ കാര്യങ്ങളല്ല പറഞ്ഞത്, നാടിനെ ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തതെന്നും തീർത്തും സൗഹൃദപരമായ സന്ദർശനമായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.